ഇപ്പോൾ പ്രധാനമന്ത്രി കുന്നംകുളത്തേക്ക് എത്തുകയാണ്. ഗുരുവായൂരിൽ ശ്രീകൃഷ്ണ കോളേജ് ഗ്രൗണ്ടിലാണ് അദ്ദേഹം ഹെലികോപ്റ്റർ മാർഗം എത്തിയത്. അരുൺ, അങ്ങോട്ടേക്ക് പുറപ്പെട്ടോ? കുന്നംകുളത്ത് ഈ പൊതു പരിപാടി നടക്കുന്ന വേദിയിലേക്ക് പുറപ്പെട്ടല്ലേ? അതെ അതെ, ഈ കുന്നംകുളം ചെറുവത്തൂർ ഗ്രൗണ്ടിലാണ് ഈ പ്രചാരണ പരിപാടി നടക്കുന്നത്. അതുവഴി കുന്നംകുളം സെൻട്രലിൽ ഇപ്പോൾ പ്രവർത്തകരെയൊക്കെ അഭിവാദ്യം ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി കടന്നു പോകുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രവർത്തകർക്കൊക്കെ വലിയ ഊർജ്ജമാണ് പ്രധാനമന്ത്രിയുടെ വരവ് എന്നാൽ ലക്ഷ്യമിടുന്നത്. കേരളത്തിൽ അക്കൗണ്ട് തുറക്കുക എന്ന് തന്നെയാണ് അവരുടെ പ്രഥമ ലക്ഷ്യം. അപ്പോൾ ആ ഒരു പ്രചാരണത്തിന് ഊർജ്ജമേകൊണ്ട് തന്നെയാണ് തൃശ്ശൂരിൽ വീണ്ടും എത്തുന്നത്. ആലത്തൂർ പാർലമെന്റ് മണ്ഡലത്തിന്റെ ഭാഗമാണ്. അങ്ങനെ ആലത്തൂർ, തൃശ്ശൂർ, ചാലക്കുടി, മലപ്പുറം, പൊന്നാനി തുടങ്ങി 5 മണ്ഡലങ്ങളിലാണ് 5 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾ ഈ പ്രചാരണ പരിപാടിയുടെ ഭാഗമാകുന്നുണ്ട്. 5 മണ്ഡലത്തിന്റെ കൂടി പ്രചാരണമാണ് പ്രധാനമന്ത്രി എന്തായാലും കുന്നംകുളത്ത് നടത്തുന്നത്. ഒപ്പം തന്നെ രാഷ്ട്രീയപരമായ ഒട്ടേറെ കാര്യങ്ങൾ, ഈ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എന്തായാലും പ്രധാനമന്ത്രി ഇവിടെ പ്രസംഗിക്കും എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത്തരത്തിൽ രാഷ്ട്രീയമായ ഒരു സാഹചര്യം BJPക്ക് മുന്നിൽ ഈ അക്കൗണ്ട് തുറക്കുന്നതിലേക്ക് തൃശ്ശൂർ തന്നെയാണ് അവരുടെ വോട്ട് ഫേവറേറ്റായി BJP കണക്കാക്കുന്ന മണ്ഡലം. അപ്പോൾ തൃശ്ശൂരിൽ ഇത് 3ാം തവണയാണ് സമീപകാലത്തായി പ്രധാനമന്ത്രി എത്തുന്നത്. പ്രവർത്തകരുടെ ഒരു പങ്കാളിത്തവും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. രാവിലെ മുതൽ തന്നെ ഈ 2 റോഡിൻ്റെ ബാരിക്കേഡിൻ്റെ 8 മണിയോടുകൂടെ തന്നെ ഈ നിയന്ത്രണം തുടങ്ങിയിരുന്നു. റോഡിൻ്റെ ഇരുവശങ്ങളിലായൊക്കെ ഒരുപാട് പ്രവർത്തകർ രാവിലെ മുതൽ തന്നെ വന്നിരിക്കുകയാണ്. അമ്മ എപ്പോഴാണ് എത്തിയത്? ഞങ്ങൾ രാവിലെ 7 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നു. ഞങ്ങൾ ബസ്സിൽ കയറി, ബസ്സിൽ നിന്ന് യാത്ര ചെയ്തു. പകുതി വഴി എത്തിയപ്പോൾ ഓരോ ചായ കുടിച്ചു. അത് കഴിഞ്ഞ് നേരെ വന്നു പന്നിത്തടത്ത് വണ്ടി കൊണ്ടിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഈ 3 കിലോമീറ്റർ ഇങ്ങോട്ട് നടന്നു. പ്രധാനമന്ത്രിയെ കാണുക എന്നുള്ള ഒരു സന്തോഷത്തോടു കൂടി ഞങ്ങൾ എല്ലാവരും കൂടി വന്നു. ഇത്തവണ ജയിക്കുമോ? എങ്ങനെയാ? ഇക്കെല്ലാം ഞങ്ങളുടെ പ്രധാനമന്ത്രി ജയിക്കും. തൃശ്ശൂർ സുരേഷ് ഗോപി ജയിക്കും. പിന്നെ ഞങ്ങളുടെ ടീച്ചർ നിൽക്കുന്നുണ്ട്, ടീച്ചറും ജയിക്കും എന്നുള്ള എല്ലാ പ്രതീക്ഷയിലാണ് ഞങ്ങളുടെ. അത്തരത്തിലൊരു വലിയ ഊർജ്ജം തന്നെയാണ് എന്തായാലും പ്രവർത്തകർക്ക് ഉള്ളത്. നമുക്ക് രാവിലെ മുതൽ തന്നെ ഈ ഒരു വലിയ നിര എന്തായാലും കാണാൻ സാധിക്കും. എന്തായാലും പ്രധാനമന്ത്രി ചെറുവത്തൂരിലെ ഗ്രൗണ്ടിലേക്ക് അല്പസമയത്തിനകം തന്നെ എത്തിച്ചേരും. ദിവിഷ. അതേസമയം പ്രധാനമന്ത്രി ചെറുവത്തൂരിലേക്ക് എത്തുമ്പോൾ വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോ ആരംഭിച്ചിരിക്കുന്നു. പ്രവർത്തകർ തിങ്ങി നിറയുകയാണ്. വാഹനത്തിന്റെ ഇരുഭാഗത്തും ഷഹീദ്. അങ്ങനെ രാഹുൽ ഗാന്ധി ജനങ്ങളോട് വോട്ട് തേടി വയനാട്ടിൽ എത്തിയിരിക്കുന്നു. എത്ര സമയം ഈ റോഡ് ഷോ മുന്നോട്ട് പോകും? എവിടെ വെച്ചൊക്കെയാണ് രാഹുൽ ജനങ്ങളോട് സംസാരിക്കുന്നത്? ദിവിഷേ, UDF പ്രവർത്തകർക്ക് ആവേശം വാനോളം ഉയർത്തിക്കൊണ്ട് രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. സുൽത്താൻ ബത്തേരി മെയിൻ റോഡിലൂടെ ഇപ്പോൾ ആ വാഹനം, തുറന്ന വാഹനത്തിൽ ഒരു സൺറൂഫ് ഉള്ള ഒരു കാറിലാണ് അദ്ദേഹം സഞ്ചരിക്കുന്നത്. IC ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ അദ്ദേഹത്തിനോടൊപ്പമുണ്ട്. വളരെ സ്ലോയിൽ, സാവധാനം പ്രവർത്തകരോട് കൈകൊണ്ട് അഭിവാദ്യം ചെയ്യുന്നു. പറ്റാവുന്ന ആളുകൾക്ക് കൈ കൊടുക്കുന്നു. ഇപ്പോഴിതൊരു ഒരു പുഷ്പം അദ്ദേഹത്തിന് ഒരു പ്രവർത്തക സമ്മാനിച്ചിട്ടുണ്ട്. അത് അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. അങ്ങനെ പറ്റാവുന്ന രീതിയിൽ ആളുകളുമായി ഇടപഴകിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹം റോഡ് ഷോ ആണെങ്കിലും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം അദ്ദേഹത്തിന് മറ്റ് സ്ഥാനാർത്ഥികളെ പോലെ, UDFന്റെയും NDAയുടെ സ്ഥാനാർത്ഥികളെ പോലെ മണ്ഡലത്തിൽ സജീവമായി ഇറങ്ങി പ്രവർത്തിക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. അത് UDF പ്രവർത്തകർക്കറിയാം. അതുകൊണ്ട് തന്നെ അദ്ദേഹം റോഡ് ഷോയിൽ ഇപ്പോൾ പത്രിക നൽകിയതിനു ശേഷം ആദ്യ തവണയാണ് ഇപ്പോൾ മണ്ഡലത്തിലെത്തുന്നത്. 2 ആഴ്ച മുമ്പ് പത്രിക നൽകാൻ വലിയ ആവേശത്തോടുകൂടി കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കന്മാരുടെയും UDFന്റെ നേതാക്കന്മാരുടെയൊക്കെ സാന്നിധ്യത്തിൽ അദ്ദേഹം എത്തി. അതിനുശേഷം ഇപ്പോൾ ആദ്യമായി എത്തുന്നു. രാവിലെ തന്നെ, ഏറെ നേരം മുമ്പ് തന്നെ വയനാട്ടിലുള്ള കോൺഗ്രസിന്റെയും ലീഗിന്റെയും UDFന്റെ പ്രവർത്തകരൊക്കെ ഇവിടെ സജീവ സാന്നിധ്യമായി ഉണ്ടായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന് ചുറ്റും സുരക്ഷാ ഉദ്യോഗസ്ഥരും പോലീസും ഒക്കെ ഉണ്ട്. പക്ഷേ അവരെല്ലാം വകഞ്ഞു മാറ്റി പ്രവർത്തകർ അദ്ദേഹത്തിന്റെ അടുത്തേക്കെത്താൻ അല്ലെങ്കിൽ ചുറ്റിലുമായി ഇപ്പോൾ നിൽക്കുകയാണ്. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, കഴിഞ്ഞ തവണ അദ്ദേഹത്തിന്റെ പത്രികാ സമർപ്പണത്തിൽ ഏറ്റവും ചർച്ചയായത് പതാക വിഷയം തന്നെയായിരുന്നു. അതായത് ലീഗ് പതാക അദ്ദേഹത്തിന് ഒപ്പം ഉയർത്തുന്നതിനെതിരെ ഉത്തരേന്ത്യയിലൊക്കെ BJP ഉൾപ്പെടെയുള്ളവർ അതൊരു പ്രചാരണ വിഷയമാക്കിയ സാഹചര്യത്തിൽ ഒരു പതാകയും വേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് UDF എത്തുകയായിരുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അങ്ങനെ കഴിഞ്ഞ തവണ ആ പതാക ഒഴിവാക്കിയത്, ഒരു പതാകയും വേണ്ട എന്നുള്ള തീരുമാനം ഒഴിവാക്കി അദ്ദേഹത്തിന് പ്ലക്കാർഡുകളും ബലൂണുകളും ഒക്കെ മാത്രമായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. സമാനമായ രീതിയിൽ തന്നെയാണ് ഇത്തവണയും അദ്ദേഹം ആദ്യ തവണ ഇപ്പോൾ പത്രികാ സമർപ്പണത്തിന് ശേഷം ഇപ്പോൾ എത്തുമ്പോഴും
കൊടികളൊന്നും വാനിൽ ഉയരുന്നില്ല എന്നുള്ളത് തന്നെയാണ് കഴിഞ്ഞ തവണ. പക്ഷേ കഴിഞ്ഞ വർഷം ഇതായിരുന്നില്ല സ്ഥിതി. വലിയ തോതിലുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ UDF-ന്റെ കക്ഷികളുടെ എല്ലാം പതാക വാനിൽ ഉയർന്ന് പറക്കുമായിരുന്നു. അങ്ങനെ പറന്ന മുസ്ലിം ലീഗിന്റെ പതാകയാണ് അദ്ദേഹത്തിന് പിന്നീട് വിനയായി മാറുന്ന സാഹചര്യമുണ്ടായത്. ഉത്തരേന്ത്യയിൽ അദ്ദേഹത്തിനെതിരെയുള്ളൊരു പ്രചാരണ വിഷയമാക്കി BJP മാറ്റി. പച്ചപ്പതാക അത് പാകിസ്ഥാൻ പതാകയാണ് ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ ഉയർന്ന സാഹചര്യമുണ്ടായി. പക്ഷേ ഒരു ഘട്ടത്തിൽ പതാകയൊന്നും വേണ്ട എന്നുള്ളൊരു തീരുമാനം മുസ്ലിം ലീഗ് പ്രവർത്തകരിൽ ആശയക്കുഴപ്പമുണ്ടാക്കിയിരുന്നെങ്കിൽ പോലും നേതൃത്വം വളരെ കൃത്യമായി പിന്നീട് വിശദീകരിച്ചു. അതായത് പതാകയിലല്ല കാര്യം, രാജ്യത്തിലെ മതേതരത്വവും രാജ്യത്തിലെ ജനാധിപത്യ സംവിധാനവും ഭരണഘടനയും ഒക്കെ നിലനിൽക്കാനുള്ള പോരാട്ടമാണ്. പതാകയൊക്കെ കഴിച്ചു വെക്കാൻ തയ്യാറാണ് എന്നതുൾപ്പെടെയുള്ള ഒരു നിലപാടിലേക്ക് മുസ്ലിം ലീഗ് നേതൃത്വം, പ്രത്യേകിച്ചും KM ഷാജി ഉൾപ്പെടെയുള്ളവരൊക്കെ പോകുന്ന സാഹചര്യമുണ്ട്. അതായത് പതാക മാറ്റുന്നതിലൊന്നുമല്ല പ്രശ്നം, തെരഞ്ഞെടുപ്പിലുള്ള വിജയമാണ്. ഈ കോൺഗ്രസിന്റെയും UDF-ന്റെയും വിജയമാണ്. ദേശീയാടിസ്ഥാനത്തിൽ ഇന്ത്യ സഖ്യത്തിന്റെ വിജയമാണ്. അതിനുവേണ്ടി എന്ത് വിട്ടുവീഴ്ചയും ചെയ്യാൻ തയ്യാറാണ് എന്ന നിലപാടിലേക്ക് ലീഗ് പോയി. ഒപ്പം തന്നെ ലീഗിന്റെ പതാക മാത്രം ഒഴിവാക്കേണ്ടതില്ല എന്നുള്ളൊരു നിലപാടെടുത്ത് കോൺഗ്രസും മറ്റ് കക്ഷികളും അക്കം സമാനമായ തീരുമാനമെടുത്തു. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഇപ്പോൾ പതാകയൊന്നുമില്ല, അദ്ദേഹത്തിന്റെ പ്ലക്കാർഡുകൾ മാത്രമാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ രണ്ടാം വരവിലും മണ്ഡലത്തിലേക്കുള്ള രണ്ടാം വരവിലും ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ റോഡ് ഷോ നടന്നുകൊണ്ടിരിക്കുന്നു. 1.5 കിലോമീറ്റർ ദൂരമാണുള്ളത്. സുൽത്താൻ ബത്തേരി നഗരത്തിന്റെ പ്രധാന സ്ഥലത്ത് ഈ റോഡ് ഷോ അവിടെ വെച്ച് അവസാനിക്കും. നമ്മൾ പ്രതീക്ഷിക്കുന്നത് അവിടെ വെച്ച് അദ്ദേഹം പ്രവർത്തകരുമായി സംസാരിക്കും, അല്ലെങ്കിൽ കൂടെ അദ്ദേഹത്തിനെ കാണാനെത്തിയ ചുറ്റുമുള്ളവരുമായി അദ്ദേഹം സംസാരിക്കും. ആ സംസാരിക്കുന്നത് ഒരുപക്ഷെ വോട്ട് തേടൽ മാത്രമായിരിക്കുമോ, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ തൊട്ടുമുമ്പ് ഞാൻ പറഞ്ഞതുപോലെയുള്ള ഈ പതാക വിഷയത്തിലും ഒപ്പം തന്നെ വൈകിയാണെങ്കിലും വയനാട്ടിലേക്ക് എത്തിയ NDA സ്ഥാനാർത്ഥി K സുരേന്ദ്രൻ തുടങ്ങി വെച്ചൊരു വിവാദം, അതായത് താൻ ജയിച്ചു വരികയാണെങ്കിൽ സുൽത്താൻ ബത്തേരിയുടെ പേര് മാറ്റും എന്നുള്ള അദ്ദേഹത്തിന്റെ നിലപാട്, അതൊക്കെ വലിയ ചർച്ചയായ സാഹചര്യമുണ്ട്. ഈ വിഷയത്തിലെല്ലാം രാഹുൽ ഗാന്ധി ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം ഉണ്ടാകുമോ, അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമോ എന്നുള്ളതൊക്കെ ഉറ്റുനോക്കുന്ന സാഹചര്യമുണ്ട്. ഒപ്പം തന്നെ BJP ദേശീയ നേതൃത്വമൊക്കെ ഉന്നയിച്ച മറ്റൊരു ആരോപണം കൂടി ഉണ്ടായിരുന്നു. പതാക വിവാദം, അല്ലെങ്കിൽ പതാക വിഷയത്തിൽ വിവാദം ഒഴിവാക്കാൻ പതാക മാറ്റിയെങ്കിൽ കൂടി ഇന്ത്യ സഖ്യത്തിന്റെ പ്രകടന പത്രികയിൽ മുസ്ലിം ലീഗിന്റെ കയ്യൊപ്പുണ്ട്, അവരുടെ മുദ്രയുണ്ട് തുടങ്ങിയ ആരോപണങ്ങൾ ഉന്നയിച്ച് ആ രീതിയിലുള്ള ഒരു കോൺഗ്രസ് നേതൃത്വത്തെ പ്രതിസന്ധിയിലാക്കാനുള്ള ശ്രമമുണ്ടായിരുന്നു. അതിനെല്ലാം ഏതെങ്കിലും തരത്തിൽ രാഹുൽ ഗാന്ധി വയനാട്ടിലെത്തുമ്പോൾ സ്വന്തം മണ്ഡലത്തിലെ ജനങ്ങളോട് തന്റെ നിലപാട് പറയുമോ എന്നുള്ള കാര്യം ഉറ്റുനോക്കുന്നുണ്ട്, രാഷ്ട്രീയമായി ഉറ്റുനോക്കുന്നുണ്ട്. എവിടേക്ക് വെച്ചാണ് ഷഹീദ് ജനങ്ങളോട് സംസാരിക്കുന്നത് ഈ റോഡ് ഷോയ്ക്ക് ശേഷം? 5 സ്ഥലങ്ങളിലാണ്. ഈ സുൽത്താൻ ബത്തേരിയിലെ റോഡ് ഷോ ഇപ്പോൾ അല്പസമയത്തിനകം അവസാനിക്കും. അവിടെ വെച്ച് ജനങ്ങളുമായി അദ്ദേഹം സംസാരിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അത്തരമൊരു നിഗമനത്തിലാണ് ഉള്ളത്. അതിനുശേഷം പിന്നീട് വെള്ളമുണ്ടയിലുണ്ട് റോഡ് ഷോ ഉണ്ട്, അവിടെയും അതേപോലെ തന്നെ മാനന്തവാടിയിലും വെച്ച് റോഡ് ഷോ നടക്കുന്നത് ഉച്ചയ്ക്ക് മുമ്പായി. ഈ 2 സ്ഥലങ്ങളിലും അദ്ദേഹം സമാനമായി സമാപിക്കുന്ന സമയത്ത് ജനങ്ങളുമായി അല്പനേരം സംവദിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്, അദ്ദേഹത്തിന് കൈ കൊടുക്കാൻ വേണ്ടി പ്രവർത്തകർ അവരുടെ ആവേശത്തോടു കൂടി എത്തുന്നു, സുരക്ഷാ ഉദ്യോഗസ്ഥരെയൊക്കെ മറികടന്നുകൊണ്ട്. അതിനുശേഷം പിന്നീട് മാനന്തവാടിയിലെ ഈ റോഡ് ഷോയ്ക്ക് ശേഷം മാനന്തവാടി ബിഷപ്പുമായി അദ്ദേഹം ബിഷപ്പ് ഹൗസിൽ ചർച്ച നടത്തുന്നുണ്ട്, കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. അതിനുശേഷം പിന്നീട് 2 ഇടങ്ങളിൽ കൂടി ഇതേ സമാനമായ രീതിയിൽ റോഡ് ഷോ ഉണ്ട്. പടിഞ്ഞാറത്തറയിൽ റോഡ് ഷോ സമാപിക്കും. അവിടെയും സമാനമായ രീതിയിലുള്ള ജനങ്ങളോട്, പ്രവർത്തകരോട് അദ്ദേഹം സംവദിക്കുന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനുശേഷമാണ് പിന്നീട് കോഴിക്കോട് കടപ്പുറത്ത് വിപുലമായ രീതിയിലുള്ള UDF-ന്റെ ഒരു റാലി സംഘടിപ്പിച്ചിട്ടുണ്ട്. അവിടെ വെച്ചായിരിക്കും അദ്ദേഹം തൻ്റെ ഒരുപക്ഷെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള രാഷ്ട്രീയ വിവാദങ്ങൾക്കൊക്കെ അവിടെ വെച്ച് ഒരുപക്ഷെ മറുപടി ഉണ്ടാകും, അദ്ദേഹത്തിൻ്റെ നിലപാട് പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോഴേതായാലും